ഹായ് 2026 ബാലൻഡിയറിൻ്റെ ടോപ്പ് 5 പൊട്ടൻഷ്യൽ റാങ്കിങ്ങിനെ കുറിച്ച് നോക്കാൻ പോവാണ്. ടോപ്പ് 5 ഡെമ്പലെ UCL വിന്നറും ലീഗ് വൺ വിന്നറൊക്കെ ആണെങ്കിലും അത്ര രീതിയിൽ ബാലൻഡിയറിൽ ഫസ്റ്റ് ആവാനുള്ള ചാൻസ് ഒന്നുമില്ല. പിന്നെ വേൾഡ് കപ്പിൽ ഹാട്രിക്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ടോപ്പ് 4 നോക്കുകയാണെങ്കിൽ റോഡ്രി കുറച്ച് ഇഞ്ചറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വേൾഡ് കപ്പിൽ കുറേ അധികം പാസുകളും ഇൻ്റർസെപ്ഷനുകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വേൾഡ് കപ്പിൻ്റെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാലൻഡിയർ ടോപ്പ് 4 റാങ്കിങ്ങാണ് കൊടുക്കുന്നത്. പിന്നെ ടോപ്പ് 3 എംബാപ്പെ വളരെ ഫോമിൽ തന്നെയാണ് വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളത്. ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ടോപ്പ് സ്കോറർ ആവുകയും ഓൾ ടൈം ടോപ്പ് സ്കോറർ ആവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡ് ട്രോഫിലെസ്സായി പോയതുകൊണ്ട് തന്നെ ആൾക്ക് പ്രത്യേകിച്ച് ട്രോഫി ഒന്നും ഈ സീസണിലില്ല. എന്നാലും ടോപ്പ് 3 റാങ്കിങ് ഉള്ളത്. ടോപ്പ് 2 ലമീൻ യമാൽ. കുറേ അധികം ആൾക്കാർ ആർഗ്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം യമാൽ അത്യാവശ്യം ഒരുപാട് കളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ബിഗ് ടീമുകൾക്കെതിരെ അത്ര നല്ല രീതിയിലൊന്നും ക്ലബ് ലെവലിൽ പെർഫോം ചെയ്തിട്ടില്ല. CL നോക്കുകയാണെങ്കിലും അധികം ഗോൾ അടിക്കാൻ കഴിഞ്ഞിട്ടില്ല ബിഗ് ടീമുകൾക്കെതിരെ. അതുകൊണ്ടാണ് 2ാം സ്ഥാനം കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല യമാലിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കുബാർസിക്കും റോഡ്രിയും സ്പ്ലിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് പ്രൈസ് അത് ഹാരി കെയ്ൻ ആണ്. കാരണം ഈ ഒരു ഒറ്റ സീസണിൽ 72 ഗോളിൽ കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പിൽ 6 ഗോളുകൾ. അങ്ങനെ നല്ല രീതിയിലുള്ളൊരു കളി ഹാരി കെയ്ൻ്റെ ഭാഗത്തു നിന്നുണ്ട്. സോ ഫസ്റ്റ് എവർ ബാലൻഡിയർ ഹാരി കെയ്ന് വിൻ ചെയ്യാനാണ് സാധ്യതകൾ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. ബൈ.